തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പമുള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഇന്ന് നമ്മളോടൊപ്പം മറ്റൊരു വ്യക്തിത്വം കൂടിയുണ്ട്. എളമക്കര തെരേസ സ്പിരിലിക് പബ്ലിക് സ്കൂളിലെ സ്റ്റുഡൻറ് മെൻറ്ററായിട്ടുള്ള ടിൻഡു സോണിയാണ്. മാമിനെയും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. മാം, സ്വാഗതം. അനുദിന ജീവിതചര്യകളും മാനസികാരോഗ്യവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും നമ്മളെ മാനസിക സമ്മർദ്ദത്തിലേക്ക് നയിക്കുന്നു. അതിനുള്ള കാരണങ്ങളും പ്രതിവിധികളും നമ്മൾ ഈ ചർച്ചയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇന്നും അതേപോലെയുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്: ഉറക്കവും മാനസികാരോഗ്യവും. നമുക്കറിയാം, ഉറക്കം കുറഞ്ഞാലും കൂടിയാലും അത് ജീവിതത്തെ ബാധിക്കുന്നു. അതിൻ്റെ മനഃശാസ്ത്ര വശങ്ങളിലേക്കാണ് നമ്മൾ ഈ ചർച്ചയിലൂടെ ഇറങ്ങിച്ചെല്ലുന്നത്. സിസ്റ്ററെ, ഉറക്കവുമായി മാനസിക സമ്മർദ്ദങ്ങൾക്ക് ബന്ധമുണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? ശരിയാണ്, വളരെ പ്രാധാന്യമുള്ളൊരു വിഷയം തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഈ ചർച്ചയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ബയോളജിക്കലായിട്ടുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ആവശ്യമാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ബ്രെയിനിൻ്റെ, നമ്മുടെ തലച്ചോറിൻ്റെ മാനസിക അവസ്ഥകളുടെ എല്ലാം വളരെ പ്രധാനപ്പെട്ടൊരു ആവശ്യം തന്നെയാണ്. നമ്മൾ 1/3 ഭാഗം ശരിക്കും ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം നമ്മളെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ, ഒരു ഫിസിയോളജിക്കലി നമ്മുടെ ശരീരത്തിന് ജോലി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു വിശ്രമം ആവശ്യമാണല്ലോ. ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതിനെല്ലാം ക്രമപ്പെടുത്താനായിട്ട് വളരെ മുഖ്യമായിട്ട് നിൽക്കുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് ഉറക്കം. പലപ്പോഴും അത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നെഗ്ലക്റ്റ് ചെയ്തു പോവുകയാണ്. ഉറക്കം എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നും ചെയ്യുന്നില്ലല്ലോ, അയാള് ക്രിയാത്മകമായിട്ടൊന്നും ചെയ്യാതെ ഇരിക്കുന്നു എന്ന് തോന്നിപ്പോകാം. ശരിക്കും നമുക്ക് ഒരു അടുത്ത ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ബ്രെയിൻ റിപ്പയർ ചെയ്യുന്നൊരു സമയമാണ് ശരിക്കും പറഞ്ഞ. അതായത് നമ്മുടെ ഫിസിയോളജിക്കലി നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനം, തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെയെല്ലാം ഒന്ന് ക്രമപ്പെടുത്താൻ, റിപ്പയർ ചെയ്യാനായിട്ട് ആവശ്യമുള്ള ഒരു പ്രവർത്തനമാണ് ഉറക്കം. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിട്ട് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കേസുകൾ സിസ്റ്ററിൻ്റെ അടുത്ത് വരാറുണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? നമ്മൾ കേസ് ഡയറി പറയുമ്പോഴത്തേക്ക് ഒത്തിരിയേറെ കേസുകൾ ഉറക്കവുമായിട്ട്. കാരണം നമുക്കറിയാം, ഉറക്കം കൂടിയാലും പ്രശ്നം, ഉറക്കം കുറഞ്ഞാലും പ്രശ്നം. ഇനി മാനസിക സമ്മർദ്ദങ്ങൾ കൊണ്ട് ഉറക്കം കുറയുന്നു, അല്ലെങ്കിൽ ഉറക്കം കുറയുന്നത് കൊണ്ട് മാനസിക രോഗങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ ശരിക്കും ഇതൊരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഇപ്പോൾ ഒരു കേസ് ഡയറി പറയുമ്പോൾ ഞാൻ ഓർക്കുന്നൊരു കാര്യം, ഏകദേശം ഒരു 22 വയസ്സോളം പ്രായമുള്ളൊരു ചെറുപ്പക്കാരൻ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എൻ്റെ അടുക്കെ വരുന്നത്, സിസ്റ്റർ അകാരണമായിട്ടൊരു ഭയം എനിക്ക് വരുന്നു. എന്താണ് ഭയപ്പാടിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല, പക്ഷെ ഒരു ടെൻഷൻ വരുന്നു. ചില സമയത്തൊക്കെ ഇങ്ങനെ നെഞ്ചൊക്കെ പൊട്ടിപ്പോകുന്നത് പോലെയുള്ള ഒരു അവസ്ഥ തോന്നുന്നു. പിന്നെ ചില കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്നു. ഇപ്പോൾ ഒരാളെ കണ്ടു, അയാളെ കൃത്യമായിട്ട് അറിയാം, പക്ഷെ പേര് പെട്ടെന്ന് കിട്ടാതെ പോകുന്നു. അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുന്നു, അതിൻ്റെ ഉത്തരം അറിയാം, പക്ഷേ പറയാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നടക്കുമ്പോൾ പോലും ലെഫ്റ്റ് ഏതാ റൈറ്റ് ഏതാ എന്നൊരു ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ട് വരുന്നു. പിന്നെ എന്തൊക്കെയോ ഒരു ടെൻഷൻ കയറി വന്നിട്ട് കരച്ചിലാണോ സങ്കടമാണോ വരുന്നതെന്ന് അറിയത്തില്ല. അപ്പം ആകെ ഒരു വല്ലാത്തൊരു ഉത്കണ്ഠയും ഭയവുമാണ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പം നമ്മൾ ആദ്യത്തെ ലക്ഷണങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് ഓക്കെ, ഒരു സ്ട്രെസ് റിയാക്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള, ഉത്കണ്ഠ രോഗത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ലക്ഷണങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഈ ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ കാരണങ്ങളിലേക്ക് കടക്കുമല്ലോ. അപ്പോൾ കാരണങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അത്യാവശ്യം അക്കാഡമിക്കലി നല്ല പെർഫോമൻസ് ഉള്ള ഒരാളാണ്, ജീവിതത്തെക്കുറിച്ച് നല്ലൊരു മോട്ടിവേഷനുണ്ട്, ഗോൾ ഡിറക്റ്റഡ് ആയിട്ടുള്ള ലക്ഷ്യബോധമുള്ള ഒരാളാണ്. പക്ഷെ ഒരു 1.5 വർഷക്കാലമായിട്ട് അമിതമായൊരു മൊബൈൽ യൂസ് ഉണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഡേ ടൈമിൽ ക്ലാസ് ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള തിരക്കുകൾ കാര്യങ്ങൾ വരുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മൊബൈലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ ലേറ്റ് നൈറ്റ് വരെ ഇങ്ങനെ പോകും. അപ്പോൾ ഒരു 1.5 വർഷമായിട്ട് ഉറങ്ങുന്നത് തന്നെ വളരെ ലേറ്റായിട്ടാണ്. രാത്രി അതായത് നട്ടപ്പാതിരക്കൊക്കെയാണ് കിടന്ന് ഉറങ്ങാനായിട്ട് നോക്കുന്നത്.
അതോടൊപ്പം തന്നെ പ്രത്യേകിച്ചൊരു 3 മാസക്കാലമായിട്ട് ഉറക്കമെന്ന് പറയണത് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അസൈൻമെൻറ്റുകൾ തീർക്കാനുണ്ട്, കോളേജിലെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ചില റിലേഷൻഷിപ്പുകൾ, ഇതെല്ലാം ആയിട്ട് വന്നപ്പോഴത്തേക്കും ഒട്ടും സമയം തികയുന്നില്ല. അപ്പോൾ ഡേ ടൈം എടുക്കാൻ പറ്റുന്നില്ല, പിന്നെ എടുക്കാൻ പറ്റുന്നത് ഈ നൈറ്റ് ടൈമാണ്. അപ്പം ഇങ്ങനെ ഈ ഓവർ പീരീഡ് ഓഫ് ടൈമിൽ ഉറക്കം കുറഞ്ഞു, ഉറക്കം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പം നമ്മൾ ആ ഒരു ലക്ഷണങ്ങളുടെ കാരണങ്ങളിലേക്ക് കടക്കുമ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഉറക്കക്കുറവ് മൂലമുണ്ടായിട്ടുള്ള ഫിസിയോളജിക്കൽ, ശാരീരിക മാനസിക വ്യതിയാനവും സമ്മർദ്ദവുമാണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അപ്പം ഇതേപോലെ തന്നെയുള്ള ചില പാറ്റേണിലാണ് ഉറക്കക്കുറവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കേസുകൾ കിട്ടാറുള്ളത്. ഇപ്പം നമുക്ക് ടീൻസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുറച്ച് വീഡിയോ ഗെയിംസുകൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും കുറച്ചുകൂടെ അഡിക്റ്റീവ് ആയിട്ടുള്ള, ഇപ്പം പബ്ജി പോലുള്ള, ഫ്രീ ഫയർ, അപ്പം ഡിഫറെൻറ്റ് ലെവൽസ് ആണല്ലോ. അപ്പം അവർക്ക് ഒരിക്കലും ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് അവർക്കിതൊന്ന് കിടക്കാൻ അവർക്ക് പറ്റത്തില്ല. അപ്പം രാവിലെ ആവും, ചിലപ്പോൾ 1 മണി 2 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും കിടക്കുന്നത്. അപ്പം ചിലപ്പം കുട്ടികൾ ചിലപ്പോൾ ക്ലാസ്സിലിരുന്ന് ഉറങ്ങുമ്പം ചില ആൾക്കാർ സംശയിക്കും, ഇനി ഇപ്പം ഇവൻ വല്ല ഡ്രഗ് എടുത്തിട്ടാണോ ഉറങ്ങുന്നത്. പക്ഷേ ഈ സ്ലീപ്പ് ഹൈജീൻ ഇല്ലായ്മ ഭയങ്കരമായിട്ടും, പിന്നെ അതുപോലെ തന്നെ ഈ സ്ക്രീൻ ഉപയോഗിക്കുമ്പം ശരിക്കും സ്ക്രീനിൽ നിന്നുള്ള ഈ ലൈറ്റ് നമ്മുടെ ഉറക്കത്തെ ശരിക്കും തടസ്സപ്പെടുത്തുക. അപ്പോൾ അത് ശരി. അതുകൊണ്ട് ഈ ഒരു 10 മണിക്ക് ശേഷം അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ നമുക്ക് എല്ലാവർക്കും, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നവരാണ്, നമ്മളെല്ലാം വായിക്കുന്നതും കാണുന്നതും എല്ലാം ഇതാണ്. പക്ഷേ ഈ ഗെയിമുകളുടെ സമയത്ത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഈ നമ്മളുടെ ഹാർട്ട് റേറ്റ് ഒന്നും കൂടെ കൂടുന്നൊരു സന്ദർഭമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ അന്യായ സ്ട്രെയിൻ എടുക്കുകയാണ്. അതായത് ഈ സിസ്റ്റർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റെസ്റ്റിംഗ് പീരീഡ്, റിപ്പയർ ചെയ്യാൻ ബ്രെയിൻ വെച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഓവർലോഡഡ് ആയിട്ട് പോയി കഴിയുമ്പം ഇറ്റ് വിൽ അഫക്ട് ദിയർ ബ്രെയിൻ. പിന്നെ ടീൻ ബ്രെയിൻ്റെ കാര്യത്തെ പറ്റി പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട്, അവരുടെ ആ ബ്രെയിൻ മച്യൂർ ആകുന്നതേ ഉള്ളൂ. മച്യൂർ ആയിക്കൊണ്ടിരിക്കുന്ന, വികസിച്ചുകൊണ്ടിരിക്കുന്ന ഡെവലപ്പിംഗ് പീരീഡ് ആണ്. കുട്ടികളെ എങ്ങനെ അതിൽ നിന്ന് പിന്തിരിക്കാൻ പറ്റും? കുട്ടികളിലാണ് ഇപ്പൊ കൂടുതലും കണ്ടുവരുന്നത്. അപ്പൊ കുട്ടികളിൽ നിന്ന് അതിൽ നിന്നൊന്നും മാറ്റം വരുത്താൻ എങ്ങനെ സാധിക്കും നമുക്ക്? ശരിക്കും കുഞ്ഞുങ്ങളിലും ടീൻസിലും ഒക്കെ അധികമായിട്ട് ഇപ്പം ചില മാതാപിതാക്കളെങ്കിലും ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ഇത് കൊടുത്തിട്ട്, എനിക്ക് തോന്നുന്നു ഇതിനു മുൻപുള്ള നമ്മുടെ എപ്പിസോഡുകളിലൊക്കെ ഈ മൊബൈൽ അഡിക്ഷനെ കുറിച്ചും, മൊബൈൽ അഡിക്ഷൻ, അതായത് സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയും, സ്ക്രീൻ അഡിക്ഷനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അത് ഉറക്കത്തെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെയൊക്കെ ഉറക്കത്തെ സാരമായിട്ട് അത് ബാധിക്കുമ്പോൾ അവരുടെ സമഗ്രമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റിനെ, വികസനത്തെയാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ചിലപ്പോഴൊക്കെ ചിലർ വന്നിട്ട് പറയാറുണ്ട്, സിസ്റ്റർ ഇപ്പം മാറ്റിവെക്കാൻ എൻ്റെ ഉറക്കം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പകലും രാത്രിയിലും ഒരുപോലെ ഞാനിങ്ങനെ ജോലി ചെയ്യുകയാണ്. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മുടെ മാനസിക ആരോഗ്യത്തെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. ചിലപ്പോൾ ചില കേസുകളിൽ നമുക്ക് കാണാറുണ്ട്, ഈ ആങ്കർ ഔട്ട് ബേസ്റ്റ് ആയിട്ട് വരും. അതായത് ദേഷ്യം കുറയ്ക്കാനായിട്ട് പറ്റുന്നില്ല, അമിതമായിട്ടുള്ള ദേഷ്യം വരുന്നു. അപ്പോൾ ഇതെന്താണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഈ പറഞ്ഞ പോലെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ, ഒന്ന് റിപ്പയർ ചെയ്യാൻ, ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് സമയം കൊടുക്കുന്നില്ല. സിസ്റ്റർ ഒരു കാര്യം എന്ന് വെച്ചാൽ ആൾക്കാരെന്ന് വെച്ചാൽ ജനറലി എല്ലാവരും പ്രശ്നം ഉണ്ടാവുമ്പം അവർ റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ സ്ക്രീൻ ഉപയോഗിക്കുക. ഇപ്പം ബ്രേക്കപ്പ് ആയതോ അല്ലെങ്കിൽ വേറെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനോ, അപ്പോൾ അവർ വിചാരിക്കുന്നത് ഈ സ്ക്രീനിൽ ഇത് നോക്കിക്കഴിയുമ്പോഴാണ് നമുക്കൊരു ആശ്വാസം കിട്ടുമെന്ന് പറയാം. പക്ഷേ ബ്രെയിൻ ശരിക്കും ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് മറ്റൊരു കോണ്ടെക്സ്റ്റിലേക്ക് പോകുന്ന പോലത്തെ ഒരു പോക്കാണ്. അതായത് ഇൻസ്റ്റഗ്രാം റീൽസ്, ഷോർട്സ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഇപ്പോൾ ഒരെണ്ണം ഒരു കർഷകൻ്റെ ഇതാണെങ്കിൽ ഒരെണ്ണം ഒരു കുട്ടിയുടെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരെണ്ണം അടുത്തത് കൗമാരത്തിൻ്റെ ആയിരിക്കും. ഇങ്ങനത്തെ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവാണ്. അപ്പോൾ കോണ്ടെക്സ്റ്റുകളിൽ നിന്ന് കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ ബ്രെയിൻ റിയലി വീണ്ടും ബേർഡനിങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ഫറ്റീഗ്നെസ് നമ്മുടെ ബ്രെയിനിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിനിനെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ പറയും ഉറങ്ങാണ്ട സമയം എന്ന് പറയുമ്പോൾ സർക്കാഡിയൽ റിതം എന്ന് നമ്മൾ പറയും. അതായത് ഒരു ബയോളജിക്കൽ ക്ലോക്ക് നമുക്കുണ്ട്, എന്താണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, അത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പ്രകൃതിയും പ്രകൃതിയുടെ വ്യതിയാനങ്ങളും എല്ലാം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ബാധിക്കുന്നുണ്ട്, നമ്മുടെ ബയോളജിക്കലായിട്ടുള്ള എല്ലാ നീഡ്സിനെയും അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനെതിരായിട്ട് നമ്മുടെ ശരീരത്തെ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മുടെ ശരീരവും പ്രതികരിക്കും. അപ്പോൾ ഈ ശരീരം പ്രതികരിക്കുമ്പോൾ നമുക്കറിയാം ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അത് മാറ്റം വരുന്നുണ്ട്, ഇമ്മ്യൂണിറ്റി പ്രശ്നം വരുന്നത്. ശരിക്കും ഒരു സ്ലീപ്പ് ഹൈജീനെ പറ്റിയാണ് ശരിക്കും പറഞ്ഞു വരുന്നത്. അപ്പം പിന്നെ സിസ്റ്റർ ഇത് ഒരു ഓരോ ആൾക്കാർക്കും
ഡിഫറെന്റ് ആയിട്ടുള്ള ടൈം ആയിരിക്കുമോ, അതോ ഈ 8 hours ഓഫ് സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ? നോ, അതിപ്പോ നമ്മൾ ജനറലി അങ്ങനെ നമ്മൾ പറയും. പക്ഷേ എങ്കിലും ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ളൊരു ക്ലോക്കാണുള്ളത്. ഇപ്പം നമ്മൾ പറയും സാധാരണ ഓരോ കമ്പനിയും ഇറക്കുന്ന ക്ലോക്കുകൾക്ക് ഒരു മോഡൽ ഉണ്ടാവാം, ഒരു ഷേപ്പ് ഉണ്ടാവാം, അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ഒരു ഒരു സിസ്റ്റം, ഒരു മെറ്റലിസ്റ്റിക് ആയിട്ടുള്ള സിസ്റ്റം ഉണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ ഒരു മാറ്റമുണ്ട്. ഇപ്പം ചില കുട്ടികൾ വന്നിട്ട് ചോദിക്കും, പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് പറയും, സിസ്റ്റർ ഏത് സമയമാണ് പഠിക്കാനായിട്ട് ഏറ്റവും നല്ലത്? ചിലർ പറയുന്നു ഏർലി മോർണിംഗ് ആണെന്ന് പറയുന്നു, ചിലർ പറയുന്നു രാത്രിയാണെന്ന് പറയുന്നു. അപ്പോൾ ഏതാണെന്ന് കൺഫ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറയും, നിങ്ങൾ പരീക്ഷിച്ചു നോക്ക്. നിങ്ങൾക്ക് ഏതൊരു സമയമാണ് നിങ്ങളുടെ ബ്രെയിൻ അലേർട്ടായിട്ടിരിക്കുന്നത്. ചിലർക്കും വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ ചിലർ മോർണിംഗ് ബേർഡ്സ് ആയിരിക്കും, ചിലർ നൈറ്റ് ഔൾസ് ആയിരിക്കും. അപ്പൊ ആ ഒരു ഇത് കണ്ടെത്തി. പിന്നെ ഇതൊരു ശീലം കൊണ്ടും നമുക്ക് പൂർണ്ണമായിട്ട് ഇനി 100% ശീലം എന്ന് തന്നെ പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ബയോളജിക്കൽ ഒരു ഹോമിയോസ്റ്റാസിസ് ഉണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ നിലനിൽക്കുന്ന നമ്മുടെ ചര്യകൾ, അതായത് ഹാബിറ്റും ഉണ്ട്. അപ്പൊ ആ ഒരു ഹാബിറ്റിലേക്ക് വന്നതിന് ശേഷം ചിലപ്പോൾ അതേ രീതിയിലേക്കൊക്കെ ഈ ബയോളജി ക്ലോക്ക് ഒന്ന് മാറാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ കൂടുതലും നമ്മുടെ യങ്സ്റ്റേഴ്സിനെയൊക്കെ, പ്രത്യേകിച്ച് IT ഫീൽഡിൽ ടെക്കീസ് നമ്മൾ അറിയില്ല, നമ്മള് പറയും പുലർച്ചെ പഠിക്കുന്നത് കൂടുതൽ കിട്ടാൻ, നമുക്ക് പഠിക്കുന്നത് കൂടുതൽ പെട്ടെന്ന് കിട്ടും, പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുന്നു പറയുന്നു. ജനറലി അങ്ങനെ പറഞ്ഞാലും പലയിടത്തും പല അനുഭവങ്ങളിൽ നിന്നും പലർക്കും രാത്രിയിലാണ് രാവിലെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രയാസം. ഇപ്പൊ എന്റെ കൂടെ ജീവിക്കുന്നവർക്ക് മനസ്സിലാകും, രാവിലെയൊക്കെ എഴുന്നേക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ശീലത്തിന്റെ ആയിരിക്കും സിസ്റ്റർ നേരത്തെ പറഞ്ഞത്. അതുപോലെ മാം പറഞ്ഞ പോലെ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാണ്, അത് റീൽസ് ഇങ്ങനെ, അത് പല ടെൻഷനും മറക്കാൻ വേണ്ടിയിട്ട് റീൽസ് ഇങ്ങനെ എന്താണ് കാണുന്നത് പോലും അറിയില്ല, അതുപോലെ ഇങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരിക്കുക. അത്രയും ടൈം അങ്ങനെ മാറ്റി വെക്കുമ്പോൾ പല ടെൻഷനും മാറുന്നു എന്ന് പറയുന്നത് മോർ സ്ട്രെസ്ഫുൾ ആവുന്ന ഒരു സിറ്റുവേഷനിലേക്കാണെന്നുള്ള കാര്യം ആ റിയാലിറ്റി നമുക്ക് അത് 2 ലേയേഴ്സ് ആയിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. എങ്ങനെ മാറ്റിയെടുക്കാം അത് അതിൽ നിന്ന്? അല്ലെങ്കിൽ ഇപ്പൊ കൂടുതലും നമ്മൾ കണ്ടുവരുന്നത് ഈ റീൽസ് കാണാം, സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ടൈം ഇതിപ്പം പറയുമ്പം നമ്മളിപ്പം ജനറലി കുട്ടികളെ പറ്റി മാത്രം പറയണ്ട, നമ്മൾ മുതിർന്നവരുൾപ്പെടെ, ഞാൻ മുതിർന്നവരുടെ കാര്യമാണ്, മുതിർന്നവരുടെയും കുഞ്ഞുങ്ങളുടെയും കാര്യം എടുത്തു കഴിഞ്ഞാൽ പോലും ഈ നേരത്തെ സിസ്റ്റർ പറഞ്ഞ ഒരു സ്ലീപ്പ് ഹൈജീൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു ടൈം ലിമിറ്റ് എന്തായാലും വെക്കണം. സ്ക്രീൻ ഹൈജീൻ തന്നെ നമുക്ക് വെക്കണം. അതായത് ഇത്ര സമയത്ത് നമ്മൾ കിടക്കുന്നതിന് മുൻപേ ഇത്ര മണിക്കൂറിന് മുന്നേ, അതായത് 10 മണിക്ക് മുന്നേ ഞാൻ മാറ്റിയിരിക്കും. രാവിലെ ഒരു 1 hourന് ശേഷമേ ഞാൻ തുറക്കുകയുള്ളൂ. ഇതൊക്കെ നമ്മളൊക്കെ തന്നെ ശീലിക്കുന്നില്ല, അത് തന്നെ വലിയൊരു പ്രയാസമുള്ള കാര്യമാണ്. അത് ശരിക്കും നമ്മുടെ ബ്രെയിനിന് കൂടുതൽ എഫക്റ്റീവ് ആകത്തേ ഉള്ളൂ. പല ആൾക്കാരും ഇപ്പം സ്ക്രീനിൽ ഈ പറഞ്ഞ ടൈപ്പ് ചെയ്യുന്ന ഇതാണ്. ശരിക്കും പറഞ്ഞാൽ ബ്രെയിനിന് ഏറ്റവും നല്ലത് നമ്മൾ നോട്ട് കുറിക്കുന്നതാണ്. പേനായും പേപ്പറും ഉപയോഗിച്ച് നമ്മൾ എഴുതുന്ന ഒരു സംഭവമാണ്. പിന്നെ കുട്ടികളെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ പാരൻസ് കഴിവതും ഇങ്ങനെ ഇത് കാണിച്ചിട്ട് കഴിക്കുന്ന ഒരു സ്വഭാവം, പണ്ട് കാക്കയെ കാണിച്ചിട്ട് ഫുഡ് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അല്ലാതെ കുട്ടികളെ അവരിരുന്ന് കഴിക്കാനൊക്കെ അവർ പഠിക്കണ്ടേ? അപ്പൊ അതിനുള്ള സാഹചര്യങ്ങൾ വെക്കുക. ഒരു വ്യാഴവട്ടക്കാലം ഗുഡ്നസ് ടിവിയോടൊപ്പം സഞ്ചരിച്ച പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുൻപിൽ അഭിമാനത്തോടെ സമർപ്പിക്കുന്നു, ഗുഡ്നസ് ടിവി ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്നു. OTT പ്ലാറ്റ്ഫോമായ റുക്കു ബോക്സിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Goodness. Stay with God. ഇപ്പൊ സ്ക്രീനിങ്ങിലേക്ക് പോകുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ സ്ക്രീൻ നമ്മളെ അട്രാക്ട് ചെയ്യും. അതിൻ്റെ വിഷ്വൽസ്, ലൈറ്റ് സിസ്റ്റം അതുപോലെ ആയിരിക്കുമല്ലോ. കാരണം ഒരു കാര്യം എത്രമാത്രം ഇംപ്രസീവ് ആകാമോ ആ ഒരു രീതിയിലാണല്ലോ അതിനെ മേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ക്രേവിങ് ഉണ്ടാകും. അതായത് ഒന്നിന് ശേഷം അടുത്തതിലേക്ക് എന്നുള്ളൊരു ക്രേവിങ് ഉണ്ടാകും. ഇവിടെ നമുക്ക് ഇതിനെ നിർത്തുക എന്നൊരു പോയിന്റ് ഓഫ് വ്യൂ ആ ഒരു സമയത്ത് പെട്ടെന്ന് നമ്മുടെ ബ്രെയിൻ അത് ആ ഒരു ഷട്ടർ ഇടാനായിട്ട് സാധിക്കാത്തൊരവസ്ഥ, അതായത് അതിനെ ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റാത്തൊരവസ്ഥ ബ്രെയിനിന് എപ്പോഴും നമ്മുടെ പ്ലഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ അത് മുഴുകിക്കൊണ്ടേയിരിക്കും. ശരിക്കും നമുക്ക് ബ്രെയിനിനെ ഫേക്ക് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ
അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നേരത്തെ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനെ നമ്മളായിട്ട് ചില Conscious ആയിട്ട് എടുക്കുന്ന ഒരു ചിട്ടവട്ടങ്ങളിലേക്ക് കോൺഷ്യസ് ആയിട്ട് കൊണ്ടുവരിക എന്നാണ്. ഇപ്പോൾ കുട്ടികളുടെ കാര്യവുമായിട്ട് വരുമ്പോഴത്തേക്കും ചിലർ പറയാറുണ്ട്, സിസ്റ്ററെ എന്ത് ചെയ്താൽ ഉറങ്ങത്തില്ല സിസ്റ്ററെ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടും കേട്ടൊക്കെ ഇരിക്കും, ഇനി അതെല്ലാം അടച്ചു വെച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ചുമ്മാതെ പാട്ടും പാടി അങ്ങോട്ടും നടന്ന് ഇങ്ങോട്ടും നടന്ന് ഒരു നൂല് കിട്ടിയാൽ അതുമേ കോർത്ത് ഒക്കെ നടക്കും എന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ സാധാരണ പറയും, ഇപ്പം കുട്ടികളോട് നമ്മൾ ഇതിൻ്റെ റെലവൻസിനെ കുറിച്ചോ ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ആഴമായിട്ടൊക്കെ പറഞ്ഞു കൊടുത്ത് അവർക്ക് ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല. അവിടെയാണ് നമ്മൾ മുതിർന്നവർ തന്നെ ഒരു സ്ട്രാറ്റജി നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരോട് പറയണം, ഓക്കെ ഇന്നൊരു സമയം വരെ നീ മൊബൈൽ യൂസ് ചെയ്താൽ മതി. പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഉറക്കത്തിന് മുൻപ് അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നമ്മൾ ഉറക്കം ഒരു 11 മണിക്കാണ് ഉറങ്ങുന്നതെങ്കിൽ 10 മണിക്ക് ശേഷം നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നില്ല. മൊബൈൽ ഫോൺ നമ്മൾ പ്രത്യേകിച്ച് ഞാൻ പറയും സ്വിച്ച് ഓഫ് ആയി അല്ലെങ്കിൽ കംപ്ലീറ്റ് സൈലൻ്റ് ആയിട്ട് മാറ്റി വെക്കുക. കാരണം മൊബൈൽ ഇൻവിറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മൊബൈലിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള ചലനങ്ങൾ, വൈബ്രേഷൻ ആയിരിക്കാം, കോൾ ആയിരിക്കാം, ഇത് നമ്മുടെ ബ്രെയിനിനെ കോൾ ചെയ്യുവാണ്. അപ്പൊ ഈ മൊബൈല് നമ്മുടെ ബ്രെയിനിലെ നമ്മുടെ ഒരു അഫക്റ്റിവിറ്റി അത് കോൾ ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ അറിയാതെ പോലും പതുക്കെ ചെല്ലും. അപ്പൊ അതിനെ കംപ്ലീറ്റ് നമ്മളൊന്ന് സ്റ്റോപ്പ് ആക്കിയെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് നമ്മുടെ ബ്രെയിനിന് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനൊരു സന്തോഷം കിട്ടുന്ന രീതിയിലുള്ള, നമ്മൾ പറയുന്ന ഒരു മാസ്ക് പ്ലഷറാണ് ഇതിൻ്റെ അകത്ത് തരുന്നത്. അപ്പം ഈ ഒരു മാസ്ക് പ്ലഷറിനെ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് മുതിർന്നവർ പരിശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ മാറ്റി വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സ്ലീപ്പിലേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ പറയും മേന്മയുള്ള ഉറക്കം എന്ന് പറയും. അതായത് എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും കിടന്നുറങ്ങിയിട്ട് കാര്യമില്ല, പക്ഷെ ഒരു മേന്മയുള്ള ഒരു ഉറക്കം, ക്വാളിറ്റി ഉള്ള ഒരു സ്ലീപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ബ്രെയിനിൻ്റെ ഈ ഫങ്ഷൻസും റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. ഇനി അങ്ങനെ കാര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. മാനസിക സമ്മർദ്ദം കൂടും. നമ്മൾ ചിലപ്പോൾ ഓർക്കും ഏതെങ്കിലും ഒരു കാര്യം, ഒരു പെർഫോമൻസ് ഉണ്ട്, തലേദിവസം രാത്രി ഇരുന്ന് നമ്മൾ ഭയങ്കരമായിട്ട് പഠിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, ഓക്കെ ഇതെല്ലാം ചിലപ്പോൾ ഓർത്തിരിക്കാം, പക്ഷേ അതിൻ്റെ ഒരു പൂർണ്ണതയിൽ നമുക്ക് അതിനെ പ്രസന്റ് ചെയ്യാനായിട്ട് പെർഫോം ചെയ്യാനായിട്ട് കഴിയാതെ പോകും. പിന്നെ വേറൊരു കാര്യമുണ്ട് സിസ്റ്റർ, ഇത് അതായത് ചില അടങ്ങിയിരിക്കാത്ത കുട്ടികളെ അടക്കിയിരുത്താൻ വേണ്ടിയിട്ട് ഇതാണ് മാർഗം എന്നുള്ള ലെവലിൽ നമ്മുടെ പാരൻസ് ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടങ്ങിയിരിക്കാത്തവരെ അടക്കിയിരുത്തുന്ന ഈ പരിപാടി അവർക്കിപ്പം എക്സാമ്പിൾ പറയാം, അവർക്കിപ്പോൾ ADHD എന്തെങ്കിലും ലക്ഷണം ഉണ്ടെന്ന് വിചാരിക്കട്ടെ, സ്ക്രീൻ അവർക്ക് കൊടുത്തിട്ട് അടക്കി ഇരുത്തുവാണെങ്കിൽ ഈ ADHD ലക്ഷണങ്ങൾ കൂടാനേ അവർക്ക് സാധ്യതയുള്ളൂ. അവർക്ക് വീണ്ടും കൂടുതൽ പുവർ അറ്റൻഷൻ ഉള്ള സാധ്യതകളാണ്. ഞാൻ പ്രത്യേകിച്ച് പറയും, ഈ പഠനത്തിൽ പിന്നാക്ക അവസ്ഥ, അതായത് നമുക്ക് ഈ സ്കോളാസ്റ്റിക് പെർഫോമൻസിൽ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ട്, പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടൊക്കെയുള്ള കുട്ടികളെ നമ്മൾ സാധാരണ IQ ടെസ്റ്റ്, അവരുടെ ബുദ്ധിശക്തി മെഷർ ചെയ്ത് കഴിയുമ്പോൾ ബുദ്ധിശക്തിക്ക് കുഴപ്പമൊന്നുമില്ല, അവർ ആവറേജ് IQ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. പക്ഷേ പഠനത്തിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ പറയും ഉറക്കത്തിൻ്റെ അളവ് എങ്ങനെ ചോദിക്കും. കാരണം ഇവർക്ക് ഒരു ക്വാളിറ്റി സ്ലീപ്പ് ക്വാണ്ടിറ്റി ടൈമിൽ കിട്ടുന്നുണ്ട്, ഇവർക്ക് ആ സമയബന്ധിതമായിട്ട് ഉറങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉറക്കം അതുപോലെ തന്നെ ശാന്തമായ ഒരു ഉറക്കമാണ്. കുട്ടികളുടെ ഉറക്കത്തെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശാന്തമായിട്ട് ഇവർക്ക് ഉറങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം സ്ലീപ്പിൽ തന്നെ സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജസിൽ REM സ്ലീപ്പ് ഉണ്ട്, നോൺ REM സ്ലീപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ സ്വസ്ഥമായിട്ട് ഉറങ്ങാനായിട്ട് പറ്റുന്ന സ്ലീപ്പ് പാറ്റേൺ ഈ കുഞ്ഞുങ്ങൾക്കുണ്ടോ, അങ്ങനെ ഒരു സിറ്റുവേഷൻ അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ ഞാൻ ആദ്യമേ പറയും. അപ്പം അത് ഇവരുടെ ഈ ഒരു മെമ്മറി അല്ലെങ്കിൽ ലേണിംഗ് കപ്പാസിറ്റിയെ കൂട്ടാനായിട്ട്. കുഞ്ഞുങ്ങള് ഉറക്കത്തിൽ കരയുന്നതും സംസാരിക്കുന്നതും അതുപോലെ തന്നെ എഴുന്നേറ്റ് നടക്കുന്ന ഒരു ഇതൊക്കെ കുഞ്ഞുങ്ങൾ മാത്രമല്ല മുതിർന്നവരും അതും ഉറക്കത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ്? അത് നമ്മൾ ഒരു പാരാസോമനിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലാണ് ഞങ്ങൾ അതിന് ഡീൽ ചെയ്യുന്നത്, അതായത് ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ടുള്ള. അപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മൾ സോംനാബുലിസം, അതായത് ഉറക്കത്തിൽ നടക്കുക, അതുപോലെ തന്നെ കുട്ടികളിൽ ബ്രൂക്സിസം എന്ന് വെച്ചാൽ പല്ലിറുമുക, കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് ഇങ്ങനെ ഒരച്ച്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഡെന്റിസ്റ്റിൻ്റെ അടുക്കുന്നൊക്കെ ചിലപ്പോൾ റെഫറൻസ് കിട്ടാറുണ്ട്. കാരണം ഈ പല്ലിറുമി ഇനാമലൊക്കെ പോയി, അപ്പൊ പല്ലുവേദനയായിട്ടാണ് ഡെന്റിസ്റ്റിന്റെ അടുത്ത് ചെല്ലുന്നത്. പക്ഷേ ഡെന്റിസ്റ്റിന് മനസ്സിലാകുന്നുണ്ട് ഇത് അനാവശ്യമായിട്ട് പല്ലിറുമലോ കാര്യങ്ങളോ അല്ലെങ്കിൽ ബ്രഷിങ് കൂടുതലാക്കുകയോ എന്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറയും ഒരു പണി ചെയ്യുന്നതാണ് ടെൻഷൻ ഉണ്ടോ, അപ്പോഴായിരിക്കും പറയുന്നത് കുട്ടിക്ക് ടെൻഷൻ ഉണ്ട്,
ഇപ്പൊ മുതിർന്നവരായാലും ശരി, അപ്പൊ ടെൻഷനുണ്ട്, പ്രശ്നമുണ്ട്. അപ്പൊ ചില സമയങ്ങളിലൊക്കെ വല്ലാതെ ആങ്സൈറ്റി, ഉത്കണ്ഠകൾ വരുന്നുണ്ട്. അപ്പോൾ പറയും ഒരു പണി ചെയ്യുന്നു, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ കൂടി ഒരു കൺസൾട്ടേഷൻ എടുക്കുക. കാരണം ഒരു ടെൻഷൻ കൂടിയൊക്കെ കുറഞ്ഞു കഴിയുമ്പോൾ, സ്ട്രെസ് കൂടി കുറഞ്ഞു കഴിയുമ്പോൾ ഈ പല്ലിറുമുന്ന വ്യവസ്ഥയിലൊക്കെ മാറ്റങ്ങൾ വരും. നമ്മൾ കുട്ടികളിൽ അത് കണ്ടിരിക്കുന്നത് കൂടുതലും ഇമോഷണൽ പ്രോബ്ലംസ്, വൈകാരിക തലത്തിൽ കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതുപോലെ തന്നെയുള്ള ഈ നമ്മൾ പറഞ്ഞ പാരാസോംനിയയിലേക്ക്, അതായത് സൊംനാബുളിസം പോലെ ഉറക്കത്തിൽ നടന്നു പോവുക. ചില കേസുകൾ അങ്ങനെ നമുക്ക് കിട്ടാറുണ്ട്. കുഞ്ഞുങ്ങളെ കിടത്തി ഉറക്കി ഇട്ടൊക്കെ പോകും, പക്ഷെ കുറച്ചുകൂടി കഴിയുമ്പോൾ അനക്കമൊക്കെ കേട്ട് മാതാപിതാക്കൾ ഉണർന്ന് നോക്കുമ്പോഴാണ് ഈ കശിയുടെ കൂടിയൊക്കെ നടക്കുക. ചിലർ വെള്ളമൊക്കെ പിടിച്ച് തലയിലേക്കൊക്കെ കോരി ഒഴിച്ച് കുളിക്കുവാണെന്നൊക്കെ വിചാരം. അങ്ങനെ നടക്കാറുണ്ട്. അങ്ങനെ കേസുകൾ കിട്ടുമ്പോഴത്തേക്കാണെങ്കിൽ ഞാൻ പറയും ഇമോഷണലി കുഞ്ഞ് സ്ട്രെസ്ഡ് ആണ്. അറിയാൻ സാധിക്കുന്നില്ല അല്ലെ കുഞ്ഞുങ്ങളുടെ ആ ഒരു കുഞ്ഞുങ്ങളുടെ സ്ട്രെസ് നമ്മൾ മുതിർന്നവരെ പോലെ അവർ അത്ര മാനിഫെസ്റ്റ് ചെയ്യില്ലല്ലോ, പറയില്ല. ശരിക്കും പറഞ്ഞാൽ അവരതിനെ ഉറക്കത്തിൽ അത് ഒത്തിരിയേറെ കുട്ടികൾക്ക് പുറമെ വരുന്നുണ്ട്. പുറത്ത് കാണാനായിട്ട് ഉറക്കത്തിൽ തന്നെ കിടന്ന് കരയുക, അങ്ങനത്തെ ചില കാര്യങ്ങൾ ചിലപ്പോൾ നടക്കാറുണ്ട്. ഇത് സാധാരണയായിട്ട് നമുക്ക് കിട്ടുന്ന കേസുകൾ തന്നെയാണ്. കാരണം ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ പലപ്പോഴും നമുക്ക് വരുന്നത് അവർക്ക് പേടിയാണ്, ഇനി എന്തെങ്കിലും മാനസിക രോഗമാണോ എന്നുള്ള രീതിയിലൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇതാണ് കൂടുതൽ നമ്മൾ ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് അതിനെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ലീപ്പ് ഹൈജീൻ നമ്മൾ പറയും ഇത്ര സമയത്ത് ഉറങ്ങിയിരിക്കണം. പിന്നെ ഉറങ്ങാൻ പോകുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ സാഹചര്യത്തിൻ്റെ അവസ്ഥകൾ. ചില കുട്ടികളുണ്ട്, ഇപ്പം എനിക്കൊരു കേസ് കിട്ടിയപ്പോഴത്തേക്കാണ് കുട്ടി ഇതേപോലെ നമ്മൾ പറയും സ്ലീപ്പ് ടെറർ എന്ന് പറയും, അതായത് നൈറ്റ് ടെറേഴ്സ് എന്നൊക്കെ പറയണം. ഒച്ചയിൽ കിടന്ന് കൊച്ചു കാറിട്ട് കൊച്ചു എഴുന്നേറ്റ് പിന്നെ ചോക്ക് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങുകയാണ്. ശ്വാസം പിടിച്ചു വെച്ചിരിക്കുവാണ്, വല്ലാതെ കിതയ്ക്കുന്ന കൊച്ച്, ആകെ വല്ലാത്തൊരു പ്രശ്നമാണ്. പിറ്റേ ദിവസമൊക്കെ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം മേലുവേദനയായൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം ഒരു കുട്ടിയെ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും മനസ്സിലായ ഒരു കാര്യം, കുട്ടിയുടെ വീട്ടിൽ മാതാപിതാക്കൾ എപ്പോഴും തന്നെ വഴക്കാം. അപ്പോൾ ഈ രാത്രി കാലങ്ങളിൽ ഇപ്പം അച്ഛനും അമ്മയും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു വീട്ടിലായിരിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫാമിലി ടൈമാണ്. പക്ഷെ പലപ്പോഴും ഈ ഫാമിലി ടൈം പല പ്രശ്നങ്ങളിലേക്കും വലിച്ചഴക്കുന്നുണ്ട്. മേ ബി മാതാപിതാക്കൾ അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രശ്നമൊക്കെ കഴിഞ്ഞ് അവർ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടാവും. പക്ഷെ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിനൊരു ഭയപ്പാട് വരുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞ് ഈ ഇമോഷനെ, ഈ വൈകാരിക അവസ്ഥയെ അടിച്ചൊതുക്കിയിരിക്കുവാണ്. അപ്പൊ നമുക്കറിയാം സ്ലീപ്പിൽ എന്താണ് ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ പതുക്കെ നമ്മളെ ഒന്ന് ശാന്തമാക്കി സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന ഈ വികാരങ്ങളെയാണ് ഇങ്ങനെ തിരയിളക്കം പോലെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് കുഞ്ഞ് കാണുന്ന സ്കേറി ഡ്രീമിങ്, അതായത് പീഡിപ്പിക്കുന്ന സ്വപ്നങ്ങള്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ ഈ കുഞ്ഞിന് വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ കൊച്ചുങ്ങളുടെ കേസ് മാത്രമല്ലല്ലോ, വലിയവരുടെ ആണെങ്കിലും ഇപ്പൊ ടീനേജുകാരുടെ ആണെങ്കിലും അതിൽ മുതിർന്നവരുടെ ഒക്കെ ആണെങ്കിലും ഈ പറഞ്ഞ സ്ട്രെസ് അവർക്ക് ചിലപ്പോൾ കരിയറുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം, ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം, ചിലപ്പം ഈ ചില കപ്പിൾസിന്റെ ഒക്കെ ആണെങ്കിലും അവരുടെ റിലേഷൻഷിപ്പ് തന്നെ ഈ പറഞ്ഞ പോലെ പ്രശ്നമായതുകൊണ്ടായിരിക്കാം. അപ്പൊ ഇതൊക്കെ അവരുടെ ഈ ഉറക്കത്തെ ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ അവരെ നമ്മളപ്പോൾ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന ഇപ്പം നമ്മൾ മെഡിക്കേഷൻ അങ്ങനത്തെ ലെവലിൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റികൾ നമുക്ക് അങ്ങനെ ചെയ്യാമായിരിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം എങ്ങനെയാണ് ഈ സ്ട്രെസ് മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ ആൻസൈറ്റി മാനേജ് ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യവും കൂടെ നമ്മൾ അവരോട് സംസാരിക്കേണ്ടി വരുമായിരിക്കും. ഇപ്പം ഈ ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സ്ലീപ്പ് ഡിസോർഡർ തന്നെ ഞങ്ങൾ പല രീതിയിൽ വേർതിരിച്ചിട്ടുണ്ട്. നമുക്ക് അത് ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസോർഡറിൽ ഇത് പല രീതിയിലാണ് വേർതിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്ലീപ്പ് ഡിസോർഡറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇൻസോംനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ട്. ഇനി ചിലർക്ക് ഉറക്കം പെട്ടെന്ന് കിട്ടും, പക്ഷേ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് നമ്മൾ പറയുന്ന ഒരു സൈക്ലിംഗ് പ്രോസസ്സിങ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സൈക്ലിംഗ് പ്രോസസ്സിങ് ഫുള്ളി നടക്കുന്നില്ല. അതായത് ഒരു 4 to 5 സ്റ്റേജസ് വരുന്നുണ്ട്. ആ സ്റ്റേജസ് വരാതെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉറക്കം മുറിയുന്നു. നമ്മൾ അറിയത്തില്ല, ചില സമയത്ത് നമുക്ക് ആ ഉറക്കത്തിന്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നില്ല. അപ്പം ഇതും പ്രശ്നം തന്നെയാണ്. അപ്പം ഈ ഇൻസോംനിയ എന്ന് പറയുന്നത്, അതായത് ഉറക്കം കിട്ടാനായിട്ടുള്ള വൈകുന്ന ഒരു അവസ്ഥയും മാനസിക സമ്മർദ്ദത്തിലേക്ക് നയിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇന്റർമിറ്റൻ്റ് ആയിട്ട് ഉറക്കം കട്ട് ചെയ്ത് പോകുന്നതും വളരെ പ്രശ്നമുള്ള കാര്യമാണ്. ഉറക്കത്തെക്കുറിച്ചാണെങ്കിൽ നമുക്ക് ധാരാളമായിട്ട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ഉറങ്ങാൻ കിടന്നാലും ഉറക്കം വരാത്ത അവസ്ഥ,
അത് നമുക്കുണ്ടാക്കുന്ന മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഉറക്കവും മാനസികാരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ പങ്കെടുത്ത സിസ്റ്റർക്കും ടിൻഡു സോണി മാമിനും ഒരുപാട് നന്ദി. മനം തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി.